കലാസാഹിത്യ സംഘം യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. പനയൂർ യൂണിറ്റ് സമ്മേളനം പനയൂർ ഡ്രീം ഡെസ്റ്റിനി ഓഡിറ്റോറിയത്തിൽ സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മനോഹരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവാർഡൊക്കെ കിട്ടിയപ്പോഴാണ് ഈ എടശ്ശേരി കവിയാണെന്ന് നാട്ടുകാരറിയാം. അതുവരെ അക്ഷരാർത്ഥത്തിൽ വക്കീൽ ഗുമസ്തനായി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ ജീവിച്ച ആളാണ് എടശ്ശേരി. ആ എടശ്ശേരിയാണ് പറയുന്നത്, എഴുത്തുമേശതൻ മുന്നിലിരിക്കുന്നു ഞാൻ, പെരുത്തുണ്ടേ ജനമെൻ്റെ മുറിയിലപ്പോൾ, ഒഴുകുന്നു മഹാകാലപ്രവാഹം ഞാനോ വഴുപ്പൻ പാറ പോലോള തിരക്കിൽ നിൽപ്പൂ. ഈ ഒരു തലത്തിൽ നമ്മൾ എഴുത്തുകാരനെ കാണുമ്പോൾ എഴുത്തുകാരൻ ഒട്ടും ജനങ്ങളിൽ നിന്ന് ആ അർത്ഥത്തിൽ ഉയർന്നു നിൽക്കേണ്ട ആളല്ല, ജനങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ ഓടേണ്ട ആളാണ്. പക്ഷെ അയാളുടെ സൃഷ്ടിയുടെ തലത്തിൽ അയാൾക്ക് ഏകാഗ്രതയും സൃഷ്ടികർമ്മത്തിന് വേണ്ട ഒരു ഒഴിവുമെല്ലാം ആവശ്യമാണ്. ഈ ഒരു തലത്തിലാണ് നമ്മളെ എഴുത്തിനെയും കലയെയും സാഹിത്യത്തെയും ഒക്കെ കാണുമ്പോൾ നിലവിൽ കണ്ടതിന്റെ. യൂണിറ്റ് പ്രസിഡന്റ് കെ ശിവദാസ് അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ സെക്രട്ടറി DB രഘുനാഥ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് O കുമാരൻ, സെക്രട്ടറി P രവി എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഋതുനന്ദ, അഭിശ്വര്യ എന്നിവർ സാമൂഹ്യ ഗാനങ്ങളും MTയുടെ പ്രശസ്ത കൃതി മഞ്ഞിന്റെ ആസ്വാദനക്കുറിപ്പ് ആദിത്യനും അവതരിപ്പിച്ചു. അപ്രതീക്ഷിത കാട്ടിക്കൊടുത്ത് സൗന്ദര്യമുണ്ടെന്ന് പഠിപ്പിച്ചു. ആഴങ്ങളിലെ നൃത്തങ്ങളിൽ മൂടിക്കിടക്കാതിരിക്കാൻ പഠിപ്പിച്ചു. 9 വർഷത്തെ കാത്തിരിപ്പാണ് വിമലയുടെ. എവിടേക്കോ പോയി മറഞ്ഞിരിക്കുന്ന സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടിയാണ് അവളുടെ കാത്തിരിപ്പ്. അയാൾ ചിലപ്പോൾ ചതിയനായിരിക്കാം, വഞ്ചകനായിരിക്കാം. അദ്ദേഹം ചിലപ്പോൾ അടുത്ത ഇണപ്രാവിനെ തേടി പോയിരിക്കാം, മറ്റെവിടേക്കെങ്കിലും പോയിരിക്കാം. പക്ഷേ വിമല പറയുന്നു, വരും, വരാതിരിക്കില്ലെന്ന്. അതാണ് കാത്തിരിപ്പ്, അതാണ് സ്നേഹം, വിശ്വാസം. 75ഓളം പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി KM മോഹനൻ, മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജയകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവാൻ സമ്മേളനം തീരുമാനിച്ചു. പിന്നെ അവർക്കൊക്കെ തിരക്കായ ഒന്ന് കാണാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ ഈ വർഷം 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് കേട്ടിട്ടുണ്ടോ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടോ? വലിയ സർവകലാശാല, ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ സർവകലാശാലകളിൽ ഒന്നാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2024 വാക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന വാക്കിനെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ കാര്യം എന്ന നിലയ്ക്കാണ് ആ വാക്കിനെ തെരഞ്ഞെടുത്തത്. ഞാൻ കേട്ടപ്പോൾ അർത്ഥം മനസ്സിലായില്ല. നമ്മൾ മാങ്ങ ചെയ്യാന്ന് പറയില്ലേ, ചക്ക ചെയ്യുന്നു, എന്തൊരു നാട്ടാണ് അവിടെ എന്ന് പറയില്ലേ, അറിയാറില്ലേ? അല്ലെങ്കിൽ മാങ്ങ ചെയ്യുന്നിട്ട് അത് നാളിക്ക് കഴിയുക, അവിടെ നൊയമ്പും മറ്റതൊക്കെ വന്ന് അല്ലെങ്കിൽ ഈച്ചി ഒക്കെ ആർക്കുക നമ്മൾ പറയാറുണ്ട് അല്ലേ? അതേപോലെ ഉള്ളൊരു വാക്കാണ് ബ്രെയിൻ റോട്ട്. തലച്ചോറിന്റെ ചീയൻ എന്നാണ് എൻ്റെ അർത്ഥം. തലച്ചോറ് തീർപ്പിച്ചു പോവുക, തലച്ചോറ് ചക്കി മാങ്ങിയ പോലെ ചീഞ്ഞ് നാറുക, നശിച്ചു പോവുക എന്ന വാക്കിനെയാണ് തെരഞ്ഞെടുത്തത്. അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ പുതിയ കാലത്ത് അമിതമായ ഡിജിറ്റൽ ഉപയോഗമുണ്ട്, ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും അതുപോലുള്ള അത്തരം കാഴ്ചകളുടെ ഒക്കെ ഉപയോഗമുണ്ട്. ഇപ്പോൾ റീല്, പിന്നെന്തൊക്കെയാ സ്റ്റാറ്റസ്, അങ്ങനെ
നമുക്ക് നിൽക്കക്കണ്ണില്ലാത്ത വിധം മൊബൈലിൻ്റെ ഉള്ളിലൂടെ ഒഴുകി വരുന്ന നമുക്ക് അത്രയും രസിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ കൊണ്ട് നമ്മുടെ തലച്ചോറ് ചീഞ്ഞുപോയി എന്ന വാക്കിനെയാണ് തെരഞ്ഞെടുത്തത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.